costs are partly fixed and partly variable in relation to output. അതായത് ഡാഷ് ചെലവുകൾ ഭാഗികമായി നിശ്ചിതമാണ്, ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ഭാഗികമായി വേരിയബിൾ ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വേരിയബിൾ, ഓപ്ഷൻ ബി ഫിക്സഡ്, ഓപ്ഷൻ സി സെമി വേരിയബിൾ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സെമി വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. An opportunity cost is a dash. അതായത് ഒരു അവസര ചെലവ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ദ അഡ്വാൻറ്റേജ് ഫോർഗോൺ, ഓപ്ഷൻ ബി ദ കോസ്റ്റ്, ഓപ്ഷൻ സി ദ ഇൻകം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. An opportunity cost is the advantage foregone. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വർക്ക് കോസ്റ്റ് ഈസ് എ ടോട്ടൽ ഓഫ് ഡാഷ്. അതായത് ജോലിയുടെ ആകെ ചെലവ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഓപ്ഷൻ ബി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓർ ചാർജബിൾ എക്സ്പെൻസസ് ആൻഡ് വർക്ക്സ് എക്സ്പെൻസസ്, ഓപ്ഷൻ സി ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓപ്ഷൻ ഡി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് ഓർ ചാർജബിൾ എക്സ്പെൻസസ് ആൻഡ് വർക്ക്സ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. An opportunity cost does not involve dash. അതായത് ഒരു അവസര ചെലവിന്റെ ഉൾപ്പെടുന്നില്ല ഡാഷ്. ഓപ്ഷൻ എ ക്യാഷ് ഔട്ട്ലേസ്, ഓപ്ഷൻ ബി ഡയറക്റ്റ് കോസ്റ്റ്, ഓപ്ഷൻ സി ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ക്യാഷ് ഔട്ട്ലേസ്. അടുത്ത ക്വസ്റ്റ്യൻ. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഡാഷ് വിത്ത് ഇൻ ഇൻപുട്ട്. അതായത് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഡാഷ് വിത്ത് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ട് മാറ്റത്തിനനുസരിച്ച് വേരിയബിൾ ചെലവുകൾ മാറുന്നു ഡാഷ്. ഓപ്ഷൻ എ പ്രൊപ്പോർഷനേറ്റ്ലി, ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി, ഓപ്ഷൻ സി ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി, ഓപ്ഷൻ ഡി സംടൈംസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രൊപ്പോർഷനേറ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഡാഷ് വിത്ത് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. അതായത് ഉൽപാദന വർദ്ധിക്കുന്നതനുസരിച്ച് യൂണിറ്റിന് നിശ്ചയിക്കുന്ന നിശ്ചിത വില ഡാഷ്. ഓപ്ഷൻ എ ഡിക്രീസസ്, ഓപ്ഷൻ ബി ഇൻക്രീസസ്, ഓപ്ഷൻ സി ചേഞ്ചസ്, ഓപ്ഷൻ ഡി സംടൈംസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഡിക്രീസസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിപ്രിസിയേഷൻ ഈസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. അതായത് മൂല്യ തകർച്ച ഡാഷ് ചെലവ്. ഓപ്ഷൻ എ ഫിക്സഡ്, ഓപ്ഷൻ ബി വേരിയബിൾ, ഓപ്ഷൻ സി അഡ്ജസ്റ്റബിൾ, ഓപ്ഷൻ ഡി സെമി വേരിയബിൾ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സെമി വേരിയബിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഇൻവോൾവ് പേയ്മെന്റ് ടു ഡാഷ്. അതായത് ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവിൽ ഡാഷ്. ഓപ്ഷൻ എ ഔട്ട്സൈഡേഴ്സ്, ഓപ്ഷൻ ബി സെൽഫ്, ഓപ്ഷൻ സി എംപ്ലോയീസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഔട്ട്സൈഡേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഡഡ് വാല്യൂ ഈസ് ദ ചേഞ്ച് ഇൻ ഡാഷ്. അതായത് കൂട്ടിച്ചേർത്ത മൂല്യം ഡാഷ്. ഓപ്ഷൻ എ മാർക്കറ്റ് വാല്യൂ, ഓപ്ഷൻ ബി കോസ്റ്റ്, ഓപ്ഷൻ സി ഇൻകം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മാർക്കറ്റ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് അക്കൗണ്ടിംഗ് ഈസ് നോട്ട് ഓൺലി എ പോസിറ്റീവ് സയൻസ് but also a normative science because it includes techniques of budgetary control and standard costing. അതായത് ഡാഷ് അക്കൗണ്ടിംഗ് ഒരു പോസിറ്റീവ് സയൻസ് മാത്രമല്ല, ഒരു മാനദണ്ഡ ശാസ്ത്രം കൂടിയാണ്. കാരണം അതിൽ ബഡ്ജറ്റ് നിയന്ത്രണത്തിന്റെയും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിന്റെയും സാങ്കേതികത ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ ഫിനാൻഷ്യൽ, ഓപ്ഷൻ ബി കോസ്റ്റ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ കൺട്രോൾ ഡസ് നോട്ട് കവർ ദ ഫോളോയിങ് സ്റ്റേജ്. അതായത് ഈ മെറ്റീരിയൽ നിയന്ത്രണം ഇനി പറയുന്ന ഘട്ടത്തെ ഉൾക്കൊള്ളുന്നില്ല. ഓപ്ഷൻ എ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ ബി സ്റ്റോറിംഗ് ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ ഡി പ്രൊഡക്ഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പ്രൊഡക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ കൺട്രോൾ എയിംസ് അറ്റ് അച്ചീവിംഗ് എഫക്റ്റീവ് ഡാഷ്. അതായത് മെറ്റീരിയൽ നിയന്ത്രണം ഫലപ്രദമായി കൈവരിക്കാൻ ലക്ഷ്യമിടുന്നു ഡാഷ്. ഓപ്ഷൻ എ
മെറ്റീരിയൽ മാനേജ്മെന്റ്, ഓപ്ഷൻ ബി ക്വാളിറ്റി കൺട്രോൾ, ഓപ്ഷൻ സി അക്കൗണ്ടിംഗ് ഓഫ് മെറ്റീരിയൽ, ഓപ്ഷൻ ഡി മെറ്റീരിയൽ സപ്ലൈ. ഏതാണ് ശരി ഉത്തരം? മെറ്റീരിയൽ മാനേജ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോർസ് ലെഡ്ജർ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ ദ ഡാഷ്. അതായത് ഈ സ്റ്റോർ ലെഡ്ജർ പരിപാലിക്കുന്നത് ഡാഷ്. ഓപ്ഷൻ എ സ്റ്റോർ, ഓപ്ഷൻ ബി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റ്സ് ആർ മെയിൻറ്റൈൻഡ് ടു റെക്കോർഡ് ദ റിസൾട്ട്സ് ഓഫ് ഡാഷ്. അതായത് ഫലങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റുകൾ പരിപാലിക്കുന്നു. ഓപ്ഷൻ എ ഫിസിക്കൽ വെരിഫിക്കേഷൻ, ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ കൺട്രോൾ, ഓപ്ഷൻ സി ഫിനാൻഷ്യൽ വെരിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ക്വാളിറ്റി വെരിഫിക്കേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഫിസിക്കൽ വെരിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഡാഷ് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ഡാഷ്. അതായത് ഈ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു ഡാഷ്. ഓപ്ഷൻ എ സർപ്ലസ് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക്, ഓപ്ഷൻ ബി ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് സർപ്ലസ്, ഓപ്ഷൻ സി എക്സസ് ലോസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ഷോർട്ടേജ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് സർപ്ലസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബിൻ കാർഡ് ഈസ് എ റെക്കോർഡ് ഓഫ് ഡാഷ് ഉള്ളി. അതായത് ബിൻ കാർഡ് ഒരു റെക്കോർഡ് ഡാഷ് മാത്രം. ഓപ്ഷൻ എ കോസ്റ്റ്, ഓപ്ഷൻ ബി വാല്യൂ, ഓപ്ഷൻ സി ക്വാണ്ടിറ്റി, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ബിൻ കാർഡ് ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദ ഡാഷ്. അതായത് ബിൻ കാർഡ് പരിപാലിക്കുന്നത് ഡാഷ്. ഓപ്ഷൻ എ കോസ്റ്റ് അക്കൗണ്ടന്റ്, ഓപ്ഷൻ ബി ക്ലർക്ക്, ഓപ്ഷൻ സി സ്റ്റോർ കീപ്പർ, ഓപ്ഷൻ ഡി ബ്രാഞ്ച് അക്കൗണ്ടന്റ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, സ്റ്റോർ കീപ്പർ. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ അബ്സ്ട്രാക്ട് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. അതായത് ഈ മെറ്റീരിയൽ അബ്സ്ട്രാക്ട് ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ എ മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ്, ഓപ്ഷൻ ബി ബിൽ ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി സ്റ്റോർസ് ലെഡ്ജർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് ബൈ ദ സ്റ്റോർ കീപ്പർ അഗൈൻസ്റ്റ് ഡാഷ്. അതായത് ഈ സ്റ്റോർ കീപ്പർ ഇതിനെതിരെ മെറ്റീരിയൽ നൽകണം ഡാഷ്. ഓപ്ഷൻ എ മെറ്റീരിയൽ റിക്വസിഷൻ, ഓപ്ഷൻ ബി ബിൽ ഓഫ് മെറ്റീരിയൽസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ബോത്ത് എ ആൻഡ് ബി. അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈസ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഡാഷ്. അതായത് ഈ മെറ്റീരിയൽ പ്രശ്നങ്ങളെ വിലമതിക്കുന്ന ആദ്യ രീതിയാണ് ഡാഷ്. ഓപ്ഷൻ എ റൈസിംഗ് പ്രൈസസ്, ഓപ്ഷൻ ബി ഫോളിംഗ് പ്രൈസസ്, ഓപ്ഷൻ സി ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഫോളിംഗ് പ്രൈസസ്. അടുത്ത ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഡാഷ്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് രീതി ഈ സമയങ്ങളിൽ അനുയോജ്യമാണ്. ഓപ്ഷൻ എ റൈസിംഗ് പ്രൈസസ്, ഓപ്ഷൻ ബി ഫോളിംഗ് പ്രൈസസ്, ഓപ്ഷൻ സി ഫ്ലക്ച്വേറ്റിംഗ് പ്രൈസസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റൈസിംഗ് പ്രൈസസ്. അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് കോസ്റ്റ് മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈ സ്യൂട്ടബിൾ വെൻ ഡാഷ്. അതായത് മെറ്റീരിയൽ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനുള്ള ശരാശരി ചെലവ് രീതി അനുയോജ്യമാകുമ്പോൾ ഡാഷ്. ഓപ്ഷൻ എ പ്രൈസസ് റൈസ്, ഓപ്ഷൻ ബി പ്രൈസസ് ഫോൾ, ഓപ്ഷൻ സി പ്രൈസസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? പ്രൈസസ് ഫ്ലക്ച്വേറ്റ് കൺസിഡറബിളി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ഈസ് സ്യൂട്ടബിൾ വെൻ ഡാഷ്. അതായത് മെറ്റീരിയൽ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനുള്ള വിലക്കയറ്റ രീതി അനുയോജ്യമാകുമ്പോൾ ഡാഷ്. ഓപ്ഷൻ എ മെറ്റീരിയൽ ആർ സബ്ജക്ട് ടു നാച്ചുറൽ വേസ്റ്റേജ്, ഓപ്ഷൻ ബി പ്രൈസ് റൈസ്, ഓപ്ഷൻ ബി പ്രൈസസ് ഫോൾ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, മെറ്റീരിയൽസ് ആർ സബ്ജക്ട് ടു നാച്ചുറൽ വേസ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽ ഇഷ്യൂ ഈസ് യൂസ്ഡ് വെൻ ഡാഷ്. അതായത് മെറ്റീരിയൽ പ്രശ്നം മൂല്യനിർണ്ണയം ചെയ്യുന്നുള്ള പ്രത്യേക വില രീതി ഉപയോഗിക്കുമ്പോൾ ഡാഷ്. ഓപ്ഷൻ എ മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഫോർ സ്പെസിഫിക് ജോബ് ഓർ വർക്ക് ഓർഡർ, ഓപ്ഷൻ ബി മെറ്റീരിയൽസ് ആർ സബ്ജക്ട് ടു നാച്ചുറൽ വേസ്റ്റേജ്, ഓപ്ഷൻ ഡി പ്രൈസസ്
fluctuate. Option D, none of these. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെറ്റീരിയൽസ് ആർ purchased for specific job or work order. അടുത്ത ക്വസ്റ്റ്യൻ. മാർക്കറ്റ് പ്രൈസ് മെത്തേഡ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ബെസ്റ്റ് മെത്തേഡ് വെൻ ഡാഷ്. അതായത് ഈ മാർക്കറ്റ് വില രീതി ഏറ്റവും മികച്ച രീതിയായി കണക്കാക്കപ്പെടുമ്പോൾ ഡാഷ്. ഓപ്ഷൻ എ കൊട്ടേഷൻസ് ഹാവ് ടു ബി സെൻഡ്. ഓപ്ഷൻ ബി പ്രൈസസ് ഫ്ലക്ച്വേറ്റ്. ഓപ്ഷൻ സി മെറ്റീരിയൽസ് ആർ സബ്ജക്ട് ടു നാച്ചുറൽ വേസ്റ്റേജ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കൊട്ടേഷൻസ് ഹാവ് ടു ബി സെൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. എ ബിൽ ഓഫ് മെറ്റീരിയൽ സെർവ്സ് ദ പർപ്പസ് ഓഫ് ഡാഷ്. അതായത് ഈ മെറ്റീരിയലിന്റെ ഒരു ബില്ലിന്റെ ഉദ്ദേശം ഡാഷ് ആണ്. ഓപ്ഷൻ എ മെറ്റീരിയൽ റിക്വസിഷൻ. ഓപ്ഷൻ ബി സ്റ്റോർസ് ലെഡ്ജർ. ഓപ്ഷൻ സി മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെറ്റീരിയൽ റിക്വസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബിൽ ഓഫ് മെറ്റീരിയൽ ഈസ് പ്രിപ്പയർഡ് ഇൻ കേസ് ഓഫ് എ ഡാഷ് ജോബ്. അതായത് ഒരു ഡാഷ് ജോലിയുടെ കാര്യത്തിൽ മെറ്റീരിയലിന്റെ ഒരു ബിൽ തയ്യാറാക്കുന്നു. ഓപ്ഷൻ എ സ്റ്റാൻഡേർഡ് ജോബ്. ഓപ്ഷൻ ബി നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ജോബ്. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ജോബ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റ്സ് ആർ മെയിൻറ്റൈൻഡ് ടു റെക്കോർഡ് ദ റിസൾട്ട്സ് ഓഫ് ഡാഷ്. അതായത് ഇതിന്റെ ഫലങ്ങൾ രേഖപ്പെടുത്തുന്നതിനായിട്ട് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഷീറ്റുകൾ പരിപാലിക്കുന്നു. ഓപ്ഷൻ എ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഓപ്ഷൻ ബി ഫിനാൻഷ്യൽ കൺട്രോൾ. ഓപ്ഷൻ സി ഫിനാൻഷ്യൽ വെരിഫിക്കേഷൻ. ഓപ്ഷൻ ഡി ക്വാളിറ്റി വെരിഫിക്കേഷൻ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഫിസിക്കൽ വെരിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഓർഡേർഡ് അറ്റ് വൺ ടൈം ഈസ് നോൺ ആസ് ഡാഷ്. അതായത് ഒരു സമയം ഓർഡർ ചെയ്യേണ്ട മെറ്റീരിയലിന്റെ അളവ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഓപ്ഷൻ ബി കൊമേഴ്ഷ്യൽ ഓർഡർ ക്വാണ്ടിറ്റി. ഓപ്ഷൻ സി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓർഡറിംഗ് ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് റെപ്രസെന്റ്സ് ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ വിച്ച് ഈസ് നോർമലി ഓർഡേർഡ് വെൻ എ പർട്ടിക്കുലർ മെറ്റീരിയൽ റീച്ചസ് റെക്കോർഡിംഗ് ലെവൽ. അതായത് ഒരു പ്രത്യേക മെറ്റീരിയൽ പുനഃക്രമീകരിക്കുന്ന നിലയിലെത്തുമ്പോൾ സാധാരണയായിട്ട് ഓർഡർ ചെയ്യപ്പെടുന്ന മെറ്റീരിയലിന്റെ അളവിനെ ഡാഷ് പ്രതിനിധീകരിക്കുന്നു. ഓപ്ഷൻ എ മാക്സിമം ലെവൽ. ഓപ്ഷൻ ബി റീഓർഡർ ലെവൽ. ഓപ്ഷൻ സി മിനിമം ലെവൽ. ഓപ്ഷൻ ഡി റീഓർഡർ ക്വാണ്ടിറ്റി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റീഓർഡർ ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിൻസിപ്പൽ ടൈപ്സ് ഓഫ് ഇൻവെന്ററീസ് ആർ റോ മെറ്റീരിയൽസ് ആൻഡ് ഡാഷ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അതായത് അസംസ്കൃത വസ്തുക്കളിലും ഡാഷ് പൂർത്തിയായ സാധനങ്ങളുമാണ് ഇൻവെന്ററികളുടെ അടിസ്ഥാന തരങ്ങൾ. ഓപ്ഷൻ എ പ്രൊസീഡ് മെറ്റീരിയൽസ്. ഓപ്ഷൻ ബി ഗുഡ്സ് ഇൻ പ്രോഗ്രസ്. ഓപ്ഷൻ സി സ്റ്റോർഡ് ഗുഡ്സ്. ഓപ്ഷൻ ഡി ഗുഡ്സ് ഫോർ ഡിസ്പാച്ച്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഗുഡ്സ് ഇൻ പ്രോഗ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ. റീഓർഡറിംഗ് ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു ഡാഷ്. റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു പരമാവധി ഉപഭോഗം ഇൻറ്റു ഡാഷ്. ഓപ്ഷൻ എ ആവറേജ് റീഓർഡർ പീരീഡ്. ഓപ്ഷൻ ബി മാക്സിമം യൂസേജ്. ഓപ്ഷൻ സി മാക്സിമം റീഓർഡർ പീരീഡ്. ഓപ്ഷൻ ഡി നോർമൽ യൂസേജ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മാക്സിമം റീഓർഡർ പീരീഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇൻവെന്ററി കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഡാഷ് ഹെൽഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആവറേജ് ഇൻവെന്ററി. ഓപ്ഷൻ ബി മിനിമം ഇൻവെന്ററി. ഓപ്ഷൻ സി മാക്സിമം ഇൻവെന്ററി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ആവറേജ് ഇൻവെന്ററി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻവെന്ററി ടേൺ ഓവർ ഇൻ ഡേയ്സ് ഈസ് ഈക്വൽ ടു ഡേയ്സ് ഡ്യൂറിംഗ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഓപ്ഷൻ ബി മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ഓപ്ഷൻ സി കോസ്റ്റ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിംഗ് ദ പീരീഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. അടുത്ത ക്വസ്റ്റ്യൻ. Dash is a technique of material cost control which leads to low carrying cost as result of low investment in inventory. അതായത് ഡാഷ് മെറ്റീരിയൽ ചെലവ് നിയന്ത്രണത്തിന്റെ ഒരു സാങ്കേതികതയാണ്. ഇത് സാധനങ്ങളുടെ കുറഞ്ഞ നിക്ഷേപത്തിന്റെ ഫലമായി കുറഞ്ഞ ചുമക്കുന്ന ചെലവിലേക്ക് നയിക്കുന്നു. ഓപ്ഷൻ എ ബി സി അനാലിസിസ്. ഓപ്ഷൻ ബി JIT ഇൻവെന്ററി സിസ്റ്റം. ഓപ്ഷൻ സി VED അനാലിസിസ്. ഓപ്ഷൻ ഡി
പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ ടെക്നിക് ഓഫ് സ്റ്റോക്ക് കൺട്രോൾ which leads to saving of time of the management because attention is required to be paid only to some of the items rather than on all the items. അതായത് ഈ ഡാഷ് സ്റ്റോക്ക് നിയന്ത്രണത്തിന്റെ ഒരു സാങ്കേതികതയാണ്. ഇത് മാനേജ്മെന്റിന്റെ സമയം ലാഭിക്കുന്നതിലേക്ക് നയിക്കുന്നു. കാരണം എല്ലാ ഇനങ്ങളെക്കാളും ചില ഇനങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓപ്ഷൻ എ ABC അനാലിസിസ്, ഓപ്ഷൻ ബി JIT ഇൻവെന്ററി സിസ്റ്റം, ഓപ്ഷൻ സി BED അനാലിസിസ്, ഓപ്ഷൻ ഡി പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ABC അനാലിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ കൺട്രോൾ ഓഫ് സ്പെയർ പാർട്സ്. അതായത് സ്പെയർ പാർട്സുകളുടെ നിയന്ത്രണത്തിനാണ് ഡാഷ് പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ABC അനാലിസിസ്, ഓപ്ഷൻ ബി JIT ഇൻവെന്ററി സിസ്റ്റം, ഓപ്ഷൻ സി BED അനാലിസിസ്, ഓപ്ഷൻ ഡി പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, BED അനാലിസിസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഡാഷ് ഡ്യൂറിംഗ് ദ പീരീഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ആവറേജ് ഇൻവെന്ററി ഹെൽഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. അതായത് ഈ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ഇൻവെന്ററി കൺസ്യൂംഡ്, ഓപ്ഷൻ ബി മിനിമം ഇൻവെന്ററി, ഓപ്ഷൻ സി മാക്സിമം ഇൻവെന്ററി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഇൻവെന്ററി കൺസ്യൂംഡ്. അടുത്ത ക്വസ്റ്റ്യൻ. റീഓർഡറിംഗ് ലെവൽ ഈസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ആവറേജ് റീഓർഡർ പീരീഡ്, ഓപ്ഷൻ ബി മാക്സിമം യൂസേജ്, ഓപ്ഷൻ സി മാക്സിമം കൺസപ്ഷൻ, ഓപ്ഷൻ ഡി നോർമൽ യൂസേജ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, മാക്സിമം കൺസപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഒബിവേഴ്സ് ദ നെസസിറ്റി ഫോർ ദ ഫിസിക്കൽ ചെക്കിംഗ് ഓഫ് ഓൾ ഐറ്റംസ് ഓഫ് സ്റ്റോർസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ആൻഡ് ദെയർ ബൈ അവോയ്ഡ്സ് ഡിസ്ലൊക്കേഷൻ ഓഫ് പ്രൊഡക്ഷൻ. അതായത് വർഷാവസാനം സ്റ്റോറുകളിലെ എല്ലാ ഇനങ്ങളുടെയും ഭൗതിക പരിശോധനയുടെ ആവശ്യകതയെ ഒഴിവാക്കുകയും അതുവഴി ഉൽപാദനത്തിന്റെ സ്ഥാനചലനം ഒഴിവാക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ABC അനാലിസിസ്, ഓപ്ഷൻ ബി JIT ഇൻവെന്ററി സിസ്റ്റം, ഓപ്ഷൻ സി BED അനാലിസിസ്, ഓപ്ഷൻ ഡി പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, പെർപെച്വൽ ഇൻവെന്ററി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഫോംസ് പാർട്ട് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഡാഷ് ഉൽപാദന ചെലവത്തിന്റെ ഭാഗമാണ്. ഓപ്ഷൻ എ അബ്നോർമൽ വേസ്റ്റ്, ഓപ്ഷൻ ബി നോർമൽ വേസ്റ്റ്, ഓപ്ഷൻ സി ബോത്ത് A and B, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, നോർമൽ വേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഡസ് നോട്ട് ഫോം പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഡാഷ് ഉൽപാദനത്തിന്റെ ഭാഗമല്ല. ഓപ്ഷൻ എ അബ്നോർമൽ വേസ്റ്റ്, ഓപ്ഷൻ ബി നോർമൽ വേസ്റ്റ്, ഓപ്ഷൻ സി ബോത്ത് A and B, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, നോർമൽ വേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റീരിയൽ ലോസസ് ഡ്യൂ ടു അബ്നോർമൽ റീസൺസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഡാഷ്. അതായത് അസാധാരണമായ കാരണങ്ങളാലുള്ള ഭൗതിക നഷ്ടങ്ങൾ ഡാഷ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Defectives are that portion of production which can be dash at some extra cost of pre-operation. അതായത് ഉൽപാദനത്തിന്റെ ഭാഗമാണ് തകരാറുകൾ ഡാഷ് വീണ്ടും പ്രവർത്തനത്തിന് ചില അധിക ചെലവില്. ഓപ്ഷൻ എ സോൾഡ്, ഓപ്ഷൻ ബി റെക്ടിഫൈഡ്, ഓപ്ഷൻ സി പർച്ചേസ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, റെക്ടിഫൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് എ മെത്തേഡ് ഓഫ് ഇവാലുവേറ്റിംഗ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് മണി വാല്യൂ. അതായത് ജോലിയുടെ പണത്തിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്ന ഒരു രീതിയാണ് ഡാഷ്. ഓപ്ഷൻ എ ജോബ് അനാലിസിസ്, ഓപ്ഷൻ ബി ജോബ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി വർക്ക് മെഷർമെന്റ്, ഓപ്ഷൻ ഡി മോഷൻ സ്റ്റഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ജോബ് എവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ റിക്വയർമെന്റ്സ് ഓഫ് എ പർട്ടിക്കുലർ ജോബ് ആർ നോൺ ആസ് ഡാഷ്. അതായത് ഒരു പ്രത്യേക ജോലിയുടെ ആവശ്യകതകൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഓപ്ഷൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ബി ജോബ് സ്പെസിഫിക്കേഷൻ, ഓപ്ഷൻ സി ജോബ് ഇവാലുവേഷൻ, ഓപ്ഷൻ ഡി ബോത്ത് A and B. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ജോബ് ഡിസ്ക്രിപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ.
Qualities demanded from the job holder is technically known as dash. അതായത് ഈ ജോലിക്കാരനിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഗുണങ്ങളെ സാങ്കേതികമായി ഡാഷ് ആണ്. ഓപ്ഷൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ബി ജോബ് സ്പെസിഫിക്കേഷൻസ്, ഓപ്ഷൻ ഡി ജോബ് എവാലുവേഷൻ, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ജോബ് സ്പെസിഫിക്കേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് ഡിസ്കവറി ഓഫ് ഫാക്ട്സ് കൺസേണിംഗ് എ ജോബ് ആൻഡ് ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് അസർട്ടൈനിങ് ദ മണി വാല്യൂ ഓഫ് എ ജോബ്. അതായത് ഡാഷ് ഒരു ജോലിയെ സംബന്ധിച്ച വസ്തുതകള് കണ്ടെത്തുന്നതിലും ഡാഷ് ഒരു ജോലിയുടെ ഗുണമൂല്യം കണ്ടെത്തുന്നതിലും ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ എ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് എവാലുവേഷൻ, ഓപ്ഷൻ സി ജോബ് സ്പെസിഫിക്കേഷൻസ്, ജോബ് എവാലുവേഷൻ, ഓപ്ഷൻ സി ജോബ് അനാലിസിസ്, ജോബ് എവാലുവേഷൻ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ജോബ് അനാലിസിസ്, ജോബ് എവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, for conducting dash workers are studied at their jobs and all their movements and motions are noted. അതായത് നടത്തുന്നതിന് ഡാഷ് തൊഴിലാളികൾ അവരുടെ ജോലികൾ പഠിക്കുകയും അവരുടെ എല്ലാ ചലനങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഓപ്ഷൻ എ ടൈം സ്റ്റഡി, ഓപ്ഷൻ ബി മോഷൻ സ്റ്റഡി, ഓപ്ഷൻ സി മെറിറ്റ് റേറ്റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മോഷൻ സ്റ്റഡി. അത് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ അസസ്മെന്റ് ഓഫ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ജോബ്സ് വിത്തിൻ എ company whereas dash is the assessment of the relative worth of man behind the job. അതായത് ഒരു കമ്പനിക്കുള്ളിലെ ജോലിയുടെ ആപേക്ഷിക മൂല്യത്തിന്റെ വിലയിരുത്തലാണ് ഡാഷ്, എന്നാൽ ജോലിക്ക് പിന്നിലെ മനുഷ്യന്റെ ആപേക്ഷിക മൂല്യത്തിന്റെ വിലയിരുത്തലാണ് ഡാഷ്. ഓപ്ഷൻ എ ജോബ് എവാലുവേഷൻ, മെറിറ്റ് റേറ്റിംഗ്, ഓപ്ഷൻ ബി ജോബ് അനാലിസിസ്, ജോബ് ഇവാലുവേഷൻ, ഓപ്ഷൻ സി ജോബ് അനാലിസിസ്, മെറിറ്റ് റേറ്റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ജോബ് എവാലുവേഷൻ, മെറിറ്റ് റേറ്റിംഗ്. അപ്പോൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ മെയിൽ അഡ്രസ് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാൽ റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ റാങ്ക് ഫയൽ ഞാൻ മെയിൽ വഴി അയച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് അക്കൗണ്ടിൽ, റാങ്ക് ഫയൽ ഞാൻ തുക നിശ്ചയിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.